സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ എം വിജിൻ, ഇവിടെ താങ്കൾ ഒരു പ്രത്യേക ഊന്നലോടുകൂടി പല തവണ പറയുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഒന്നിലധികം തവണ ഇടപെട്ടിട്ടുണ്ട്, ജ്യോതി പറയുന്നത് പോലെ ഒരു തവണയോ മറ്റോ അല്ല എന്ന്. ആർക്കു വേണ്ടി ഇടപെട്ടു? ജബ്ബാർ ഹാജിക്ക് വേണ്ടി ഇടപെടുന്നു. ഈ ജബ്ബാർ ഹാജി ആരാണ്? ഇപ്പോൾ ഈ പറയുന്ന കോളേജിൻ്റെ ഉടമസ്ഥൻ അല്ലേ? പിന്നെ അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് 300 ഏക്കർ കറുപ്പത്തോട്ടം പണമെറിഞ്ഞ് തരം മാറ്റി സ്വന്തമാക്കിയവരാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ ഉടമകൾ. ഞങ്ങളിന്ന് കൊടുക്കുന്ന വാർത്തയിലെ ഒരു വാചകമാണത്. കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി CK വിജയൻ നൽകിയ വാർത്തയിലെ വാചകം. 300 ഏക്കർ കറുപ്പത്തോട്ടം പണമെറിഞ്ഞ് തരം മാറ്റി സ്വന്തമാക്കിയവരാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉടമകൾ. സർക്കാരിലേക്ക് നിക്ഷിപ്തമാകേണ്ട കോടികൾ വിലയുള്ള തോട്ടം ജബ്ബാർ ഹാജിക്ക് തീരെഴുതി കൊടുക്കാൻ പാർട്ടികൾക്കിടയിൽ മത്സരമായിരുന്നു. ഇതൊരു മുൻപുള്ള കഥയാണ്. ഈ വിഷയം ഇങ്ങനെ രൂപപ്പെട്ടു വന്നാണ് ജബ്ബാർ ഹാജിക്ക് വേണ്ടി, ഒറ്റ കോളേജിന് വേണ്ടി, രാജ്യത്തെവിടെയും കേട്ടുകേൾവി ഉണ്ടാവില്ല, ഒറ്റ കോളേജിന് വേണ്ടി ഒരു ഓർഡിനൻസ് ഇറക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ശ്രീ വിജിൻ. അതുകൊണ്ട് ഇത് 180 വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമായി ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ എന്ന ആശങ്കയുടെ ഭാഗമായി പരിമിതപ്പെടുത്തി കാണാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ, അതിനുശേഷം വിജിൻ മറുപടി പറഞ്ഞോളൂ. ഈ കോളേജ് നിൽക്കുന്നത് ആരുടെ മണ്ഡലത്തിലാണ്? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. മുഖ്യമന്ത്രിയായി അഞ്ചരക്കണ്ടിയിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഈ ജബ്ബാർ ഹാജിയെ പറ്റി പ്രകീർത്തിച്ചുകൊണ്ട്? ഈ ജബ്ബാർ ഹാജി ഈ പറയുന്ന തോട്ടം ഇങ്ങനെ ഏറ്റെടുക്കുന്നതിൽ, തരം മാറ്റി എടുക്കുന്നതിന് വേണ്ടി അനുഭവിച്ച എന്തൊക്കെ തരത്തിലുള്ള ക്ലേശങ്ങളായിരുന്നു എന്ന് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയായ ശേഷം. ശ്രീ വിജിൻ, അപ്പോൾ ഈ 180 കുട്ടികളിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നതാണോ ഈ രാഷ്ട്രീയ ഭരണതലത്തിലിരിക്കുന്നവരെ വേദനിപ്പിക്കുന്നത്? അതോ ജബ്ബാർ ഹാജിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഒന്നിവിടെ ഒരു തിരുത്ത് ഒരു കോളേജിന് വേണ്ടിയിട്ടല്ല. ഓർഡിനൻസിൻ്റെ ഫസ്റ്റ് പേജിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് 3 കോളേജുകളാണ്. ഒന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, അതൊക്കെ ശരി. തിരുവനന്തപുരം SUT-ലെ ഒരു കുട്ടി, തിരുവനന്തപുരം SUT-ലെ ഒരു കുട്ടി, ഈ പറയുന്ന കരുണ, ഈ പറയുന്ന കണ്ണൂർ, പ്രധാനപ്പെട്ട ഗുണഭോക്താവ് കണ്ണൂർ എന്ന് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ദിനപത്രം, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എതിർപക്ഷത്തുണ്ട് എന്ന് പറയുന്ന പത്രം എഴുതുകയുണ്ടായിട്ടുണ്ട് ഈ 2 കോളേജുകളുടെ മാനേജ്മെന്റുകളുമായും CPM-ന് നേരിട്ട് ബന്ധമുണ്ട് എന്ന്. ഇവിടെ വാർത്തകൾ എഴുതാനും വാർത്തകൾ പറയാനും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ മിടുക്കരാണ്. അതിലൊന്നും ഞാൻ തർക്കമൊന്നുമില്ല. അത് CPM-നെതിരെയാകുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ എഴുതുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇവിടെ ഈ ചർച്ചയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ ശ്രീ വേണു വന്നത്. എന്തിന് കണ്ണൂർ എന്ന് ആവർത്തിച്ച് പറയുന്നു ചോദിച്ചാൽ അത് എങ്ങനെ മുഖ്യമന്ത്രിയിൽ എത്തിക്കാം എന്ന ചിന്തയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവിലേക്ക് എത്തിക്കാമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മറുകാര്യം വാദഗതികൾ നിരത്തുമ്പോൾ ഒരു ചോദ്യം മുഖ്യമന്ത്രിയിലേക്കും എത്തുമെന്നേ. ജനാധിപത്യമല്ലേ, 2 പക്ഷത്ത് നിൽക്കുകയല്ലേ 2 പേർ. അല്ല, ഇവിടെ ശ്രീ വേണു ജനാധിപത്യം എടുക്കുമ്പോഴൊന്നും ഞാൻ അതിലേക്കൊന്നും കടന്നു വരാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് അതിൽ അസഹിഷ്ണുതയുമില്ല. നിങ്ങളുടെ ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതും. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീണ്ടും ആവർത്തിച്ചപ്പോൾ ഒരു കോളേജ് അല്ല 3 കോളേജ്, അത് അങ്ങനെ തന്നെ പറഞ്ഞു വെക്കണ്ടേ? ജനങ്ങളോട് പറയുമ്പോൾ ഒരു കോളേജ്, അത് കണ്ണൂർ എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. 3 കോളേജാണ്. 3 കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ PSനും ഡോക്ടറും തമ്മിലുള്ള വാഗ്വാദത്തിനിടയിൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയുണ്ടായി. അതിന്റെ മറുപടിയിലേക്ക് ഞാൻ വരുന്നു. 3,97,717 എന്നതാണ് MES-ലെ അവസാന പ്രവേശനം നേടിയ കുട്ടിയുടെ ലിസ്റ്റ് എന്നാണ് ശ്രീ PSN പറഞ്ഞത്. അത് പരിശോധിച്ച് നോക്കുമ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും കരുണയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ SUT-യുമായി ബന്ധപ്പെട്ടും കേരളത്തിൻ്റെ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഓർഡിനൻസിൽ കൃത്യമായി, ഞാൻ കുട്ടിയുടെ പേരെടുത്ത് പറയുന്നില്ല, 7ാമതായിട്ടുള്ള പേര് ആ കുട്ടിയുടെ റാങ്ക് ലിസ്റ്റ് 25,317 അതുപോലെ തന്നെ 19ാമായിട്ടുള്ള കുട്ടിയുടെ റാങ്ക് നമ്പർ 24,622. ഇതുൾപ്പെടെ ആ ലിസ്റ്റ് കേരളത്തിലെ ഏത് ജനങ്ങൾക്കും എടുത്ത് പരിശോധിക്കാമല്ലോ. ഇവിടെ ഈ ചർച്ച നടക്കുന്നത് നാം അത് ബോധ്യപ്പെടണ്ടേ? 24,600 റാങ്ക് കിട്ടിയ ഒരു കുട്ടി, നീറ്റ് പരീക്ഷയിൽ 24,000 റാങ്ക് കിട്ടിയ ഒരു കുട്ടി ഒരു മാനേജ്മെന്റിന്റെ തട്ടിപ്പ് കാരണം കേരളത്തിൽ ആത്മഹത്യ ചെയ്യണോ, പഠിച്ച് ഡോക്ടറാകണോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയല്ലേ?
ഇവിടെ 3 ലക്ഷം വരെയാണ് ഇവിടെ MES ഉൾപ്പെടെയുള്ള മാനേജ്മെന്റിൽ പ്രവേശനം നടത്തിയതെന്ന് ശ്രീ PS തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു. അപ്പോൾ 24,000 റാങ്ക് കിട്ടിയ ഒരു കുട്ടി ഈ കോളേജിൽ പോയി പെട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ പ്രഗത്ഭമായ മറ്റൊരു കോളേജിൽ ചേർന്ന് പഠിക്കേണ്ട ഡോക്ടർ ആകേണ്ട കഴിവുള്ള മിടുക്കിയായ ഒരു കുട്ടി, ആ കുട്ടി എന്ത് ചെയ്യണമെന്നാണ് ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ഗവൺമെന്റ് ഒരു മാനുഷിക പരിഗണന കൊടുക്കുക. തീർച്ചയായും നീറ്റ് ലിസ്റ്റിലില്ലാത്ത ഒരു കുട്ടിയെ പോലും പ്രവേശിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് പെർ ഹെഡ് 3 ലക്ഷം രൂപ ഫൈൻ കെട്ടിവെക്കണം ഇവിടുത്തെ മാനേജ്മെന്റ്. ഒരു ഘട്ടത്തിലും ഇത് ആവർത്തിക്കരുത് എന്ന ശക്തമായ താക്കീത് ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ലക്ഷം 1 ലക്ഷം എന്ന് നേരത്തെ പറയുന്നുണ്ട്. 3 ലക്ഷം രൂപയാണ് ഒരു കുട്ടി കൊടുക്കേണ്ടത്. അത് കുട്ടിയിൽ നിന്ന് ഈടാക്കാൻ പറ്റില്ല. അത് മാനേജ്മെന്റ് പൂർണ്ണമായി അടക്കണം. ആ രീതിയിൽ നോക്കിയാൽ 5 കോടിയിലേറെ രൂപ 5 കോടി രൂപക്കടുത്ത് മുഴുവൻ കുട്ടികളുടെ പ്രവേശനത്തിന്റെ ഭാഗമായി ഫൈന എന്ന രീതിയിൽ ഇവിടുത്തെ മാനേജ്മെന്റിൽ കൊടുക്കേണ്ടതായി വരികയാണ്. ഇങ്ങനെ ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. 24,000 കുട്ടികൾ ആത്മഹത്യ ചെയ്യണോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് എടുത്ത നിലപാട് അത് മാനുഷികപരമാണ്, വിദ്യാർത്ഥിക്ക് അനുകൂലമായ നിലപാടാണ്. ശരി, ഒരു തവണയെങ്കിലും വിജിൻ ഈ ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും മാനേജ്മെന്റുകളെയും ഒന്ന് വിമർശിച്ച് സംസാരിക്കണേ. ഞാൻ വരാൻ താങ്കളിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ, എന്താണ് താങ്കളുടെ വിയോജിപ്പ്? അങ്ങനെ പറഞ്ഞു വെച്ച് പോകരുത്. ഹലോ, കേൾക്കണ്ടോ? പറഞ്ഞോളൂ ഡോക്ടർ. അതായത് മുൻപൊക്കെ ഇതുമാതിരിയുള്ള തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താ വിധി വന്നതെന്ന് വെച്ചാൽ കുട്ടികളെ തൊടുന്നില്ല, പക്ഷേ അടുത്ത കൊല്ലത്തെ മാനേജ്മെന്റ് മലബാർ മെഡിക്കൽ കോളേജിന്റെ കേസിലെടുത്ത സമീപനമാണ് 3 കൊല്ലം മുമ്പ്. അടുത്ത കൊല്ലം അഡ്മിഷൻ വരുമ്പോൾ എല്ലാ സീറ്റും ഗവൺമെന്റ് മെറിറ്റിൽ ഗവൺമെന്റ് ഫീസിൽ, അങ്ങനെയാണെങ്കിൽ ഈ 150 വിട്ടുകൊടുക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെയാണ് മുമ്പ് ഗവൺമെന്റ് വാദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാക്കണല്ലേ, ഈ 150 സീറ്റ് റെഗുലറൈസ് ചെയ്യാൻ അടുത്ത 150 സീറ്റും ഗവൺമെന്റ് മെറിറ്റിൽ ഗവൺമെന്റ് ഫീസിൽ എന്ന് പറയായിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടാവില്ല. കുട്ടികൾ രക്ഷപ്പെട്ട് മാനേജ്മെന്റ് ശിക്ഷ കിട്ടി. അങ്ങനെയാണ് മുമ്പ് നടന്നത്. അതെന്തുകൊണ്ട് നടത്തിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. വിജിൻ അതിന് മറുപടി പറഞ്ഞാൽ എനിക്ക് ഇടവേളയ്ക്ക് പോകണം. അതിനുശേഷം ഞാൻ ജ്യോതിയിലേക്കും പിയേഴ്സണിലേക്കും വരാം. കുറച്ച് സമയമേ ഉള്ളൂ ഇനി. വിജിൻ, ഡോക്ടർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ശരി, എങ്ങനെയാണ് മുൻ വിധികളിലൂടെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്ന്, എത്ര സീറ്റാണോ ഇത് ക്രമപ്പെടുത്തി കൊടുക്കാം, പക്ഷേ അടുത്ത തവണ അത്രയും സീറ്റ് സർക്കാരിന്. ശരിയല്ലേ? അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? വിജിൻ, അതെ, അത്രയും സീറ്റ് ഗവൺമെന്റ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ ആ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ഒരാൾ ഞാനല്ല, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ആ രീതിയിൽ ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടത്തട്ടെ. ശരി, തീർച്ചയായും തിങ്കളാഴ്ച ഗവൺമെന്റ് നിലപാട് കോടതി അറിയിക്കുകയാണല്ലോ ഡോക്ടർ. ആ ഘട്ടത്തിൽ തീർച്ചയായും സർക്കാർ ഈ രീതിയിൽ സമീപനം എടുത്തോട്ടെ. പക്ഷെ ഞാൻ എസ്എഫ്ഐയുടെ പദ്ധതി എന്ന രീതിയിലാണ് ചർച്ചയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് എടുക്കേണ്ട സമീപനത്തെ കുറിച്ച് ഈ ചർച്ചയിൽ എനിക്ക് പറയുന്നതിൽ പരിമിതികളുണ്ടല്ലോ. ശരി, ഞാൻ ഇടവേളയ്ക്ക് കൊടുപ്പാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ചോദ്യങ്ങളില്ല. ആദ്യം ശ്രീ ജ്യോതി, പിന്നീട് പിയേഴ്സൺ. ജ്യോതി. അല്ല, ഇതിനകത്ത് 2 വിഷയങ്ങളാണ്. ഒന്ന്, വിജിൻ പറഞ്ഞതിനകത്ത് കരുണയെ സംബന്ധിച്ച് SVTയെ സംബന്ധിച്ച് പറയുന്നത് അവർക്ക് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സീറ്റിൻ്റെ കാര്യത്തിലെ പ്രശ്നമുള്ളൂ. കാരണം അവർ ആ വർഷം തന്നെ സ്പോട്ട് അഡ്മിഷനിൽ പരമാവധി സീറ്റുകളെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു. 1. 2, ഇവിടെ വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുന്നു. വിദ്യാർത്ഥികളുടെ പേരൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വിജിൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു കോഴ്സിന് ഒരു വിദ്യാർത്ഥി ചേരണമെങ്കിൽ ആ വിദ്യാർത്ഥിയും അതിൻ്റെ രക്ഷകർത്താവും ആ കോഴ്സ് അഫിലിയേറ്റഡ് ആണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദ അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ്. അവരത് ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഗൗരവമായ തെറ്റല്ലേ? അവരത് ചെയ്തതിന് അഫിലിയേഷൻ ഇല്ലാത്ത കോളേജിൽ പോയി അഫിലിയേഷൻ ഇല്ലാത്ത കോഴ്സിന് സീറ്റ് അഡ്മിഷൻ എടുത്തതിന് ശേഷം അത് വളരെ വ്യക്തമല്ലേ അവർക്ക് അഫിലിയേഷൻ ഇല്ല എന്ന് വളരെ അസന്ദിഗ്ധമായി അഡ്മിഷൻ സൂപ്പർവൈസർ കമ്മിറ്റി പറഞ്ഞിരുന്നു. എന്നിട്ടും അവിടെ അഡ്മിഷൻ എടുത്ത് റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ? എന്നിട്ട് 1 വർഷം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ഡെമോക്രസീസിൻ്റെ വാല് പോലെ തലയ്ക്ക് മേളിൽ തൂങ്ങി നിൽക്കല്ലേ? ആ 1 വർഷം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് പോയി വേറെ കോഴ്സിന് ചേരാം, പോകാമായിരുന്നല്ലോ. എത്രയോ പേരുണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് വേറെ മറ്റു കോഴ്സ്. അല്ല, ഞാൻ സംസാരിച്ചിട്ട്. 2 ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിന് കണ്ണൂർ മെഡിക്കൽ കോളേജിനുള്ള താല്പര്യം എനിക്ക് മനസ്സിലാവും. അവിടെ നിൽക്കട്ടെ.
മറ്റൊന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിയത് ആരാണ്? അതെ, സർക്കാരല്ലേ? എനിക്ക് കുറച്ച് സർക്കാരല്ലേ കേസ് താല്പര്യമുണ്ട്. നടത്തിയത്? ഈ സർക്കാർ ഞാനത് സുപ്രീം കോടതി പോയില്ലേ? മറ്റു ഈ ഭാഷയിൽ സർക്കാർ ഈ പോകുന്ന കോളേജിനെതിരായിട്ട് സർക്കാർ സുപ്രീം കോടതി വരെ പോയില്ലേ? ആ കോളേജിനെ സർക്കാർ ഞാൻ ഉൾപ്പെടെ വിജിൻ ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് സർക്കാർ ഈ കോളേജിനെ തോൽപ്പിച്ചതിന് ശേഷമാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയെന്ന കാര്യം മറക്കരുത്. ഒരു കേസ് നടത്തി സംസ്ഥാനത്തെ മുഴുവൻ നീതിന്യായ കോടതികളും ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേസ് നടത്തി പരാജയപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ നികുതി പണം കൊണ്ട് പരാജയപ്പെടുത്തിയതിനു ശേഷം ആ കോളേജിന് അനുകൂലമായി നിങ്ങൾ ഓർഡിനൻസ് ഇറക്കുമ്പോൾ നിങ്ങൾ ആരോടാണ് നിങ്ങൾക്ക് താല്പര്യം? എവിടെയാണ് നിങ്ങൾക്ക് താല്പര്യം? ഇനി രണ്ടാം തീയതി വിജിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ രണ്ടാം തീയതി ഈ ബില്ല് അസംബ്ലിയിൽ അവതരിപ്പിക്കുക. ഈ ബില്ല് വീണ്ടും അസംബ്ലിയിൽ പരിഗണനയ്ക്ക് വരിക. നിങ്ങൾ പറയുമോ ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ പറയുമോ അതായത് ഈ വിഷയത്തെ സംബന്ധിച്ച് അടുത്ത വർഷത്തെ മുഴുവൻ സീറ്റുകളും മെറിറ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ അഡ്മിഷൻ അല്ലെ? വേണോ ശ്രദ്ധിക്കുക, ഞാൻ ഓരോ കോളേജിൻ്റെയും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് ഒന്ന് വായിക്കാം. ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ 118 മാർക്കാണ്. 4,35,854 അവിടുത്തെ അവസാനത്തെ വിദ്യാർത്ഥിയുടെ റാങ്ക്. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ 119. പറയൂ, അതായത് 100% സീറ്റും അടുത്ത കൊല്ലം കൊടുക്കാന്ന്. നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ ഫസൽ ഗഫൂർ സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങളെന്താ എന്നെ സംസാരിക്കാൻ അല്ല, റാങ്ക് ലിസ്റ്റ് പറയേണ്ടത് എല്ലാ കോളേജിലും 4 ലക്ഷം റാങ്കുള്ള വിദ്യാർത്ഥിയെ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകരിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും കൂടിയ ഞങ്ങളുടെ ഏറ്റവും താരതമ്യപ്പെടുത്താൻ എന്ന് പറയാം. എന്റെ കുട്ടിക്ക് മെറിറ്റ് ഉണ്ടെന്ന്. നിങ്ങളുടെ കുട്ടിക്ക് മെറിറ്റ് ഇല്ല, അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ വെറുതെ ഇവിടെ ഈ പറയുന്ന രണ്ട് കാര്യം പറയാൻ അനുവദിക്കാൻ. ഒന്ന്, ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു കോടതി, നമ്മുടെ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോടതി എന്ന് പറയുന്നത്, അത് പറഞ്ഞാൽ പിന്നെ തീർന്നു എന്നാണ് പറയണത്. അങ്ങനെയുള്ള ഒരു കോടതിയിൽ നിന്ന് നീതി ലഭിക്കാത്തതായിട്ടുള്ളൊരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം? അത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്. ആ കുട്ടിക്ക് പിന്നെ നീതി ലഭിക്കാൻ ഏത് വാതിലാണ് മുട്ടേണ്ടത്? സമയം കഴിയുകയാണ്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവെക്കുമ്പോൾ തന്നെ മാനേജ്മെന്റുകൾക്കെതിരായ കർക്കശ നിലപാടിന് ആരെങ്കിലും മുതിരണം. കോടതി അല്ലെങ്കിൽ സർക്കാർ, അല്ലെങ്കിൽ വീണ്ടും ഇത്തരം വിദ്യാർത്ഥികളുടെ ഒരു പട അടുത്ത അക്കാദമിക് വർഷവും ഇത്തരം താൻ പോരുമയുള്ള മാനേജ്മെന്റുകൾ നമുക്ക് സംഭാവന ചെയ്യും. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.